ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് പുലാവ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുള്ള സംഭവമാണ്. പക്ഷെ എന്നാലും ഇന്ന് ഞാൻ സ്വന്തം ഉണ്ടാക്കുക കേട്ടോ, അമ്മ ഇല്ലാത്ത സമയത്ത്. അമ്മ ഉറങ്ങാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ലെറ്റ് മീ ജസ്റ്റ് ട്രൈ മേക്കിംഗ് ഇറ്റ്. ദാവത്തിൻ്റെ പച്ച കളർ പാക്കറ്റുള്ള അരിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അമ്മ പറഞ്ഞാൽ ഇത് യൂസ് ചെയ്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പുലാവിന് വേണ്ടിയുള്ള പുലാവ് മീൻസ് നെയ്ച്ചോറ് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. നല്ല നെയ്യ്, നല്ല ടേസ്റ്റും പറഞ്ഞുള്ള ദേശീയ ഗീ ആണെങ്കിൽ അങ്ങനെ ഞങ്ങളത് കൺട്രി ഡിലൈറ്റ് തന്നെയാണ്. ആസ് വി ഓൾവേസ് സേ, ഇറ്റ്സ് ബിയോണ്ട് എക്സ്പ്ലനേഷൻ. അത് എത്ര അതിന് നമ്മൾ എന്താ പറയുക, ക്രെഡിറ്റ് കൊടുത്താലും മതിയാവില്ല. ഇറ്റ്സ് ദാറ്റ് ടേസ്റ്റി, യമ്മി, ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് സ്മെൽ. നമുക്കത് മണത്താലും മതിയാവില്ല. ഞാൻ കുറച്ച് വലിയ പാത്രം എടുക്കുന്നത് കഴിഞ്ഞിട്ട് കുറേ അരിയുണ്ട്. അപ്പം അമ്മ എനിക്കുന്നതിന് മുമ്പേ ഇത് നമുക്ക് ഉണ്ടാക്കി വെക്കണം. ഇന്ന് ക്ലൈമറ്റ് കുറച്ച് ഡള്ളായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, മഴ എങ്ങനെ പെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്നറിയില്ല. പുറത്ത് വെയിലൊക്കെ ഒന്ന് വാടി, സമയമായി വെയിൽ പോകാനുള്ള. പക്ഷെ എന്നാലും ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലുക്കിംഗ് ലിറ്റിൽ ഗ്ലൂമി. അറിയില്ല ഇനിയിപ്പം മഴ എങ്ങനെ പെയ്യുമോ. കാരണം ഇന്നലെ രാത്രിയാണ്, മിനിഞ്ഞാന്ന് രാത്രിയാണെന്ന് തോന്നുന്നു, ഓർമ്മ കിട്ടുന്നില്ല എനിക്ക്. മഴ പെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അല്ല, എന്നാലും മഴ പെയ്തിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന് രാത്രി. സോ അതങ്ങനെ ആണോ ഇനിയിപ്പോൾ ഇന്നും മഴ പെയ്യുന്നുണ്ടോ എന്നറിയില്ല. കാരണം നമ്മൾ ഈ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ വെതർ പ്രിഡിക്ഷൻ ഉണ്ടാവില്ലേ, അതിൽ ഞങ്ങൾ നോക്കിയ സമയത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് 1-2 ദിവസമൊക്കെ. ഒരു ദിവസം പെയ്തു, ഒരു ദിവസമല്ല, ഒരു രാത്രി കുറച്ച് പെയ്തു. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം രാത്രി ആവാനാകുമ്പോൾ ഒന്ന് പെയ്തു. പിന്നെ അതിന് ശേഷം ഇന്നലെ പെയ്തില്ല, പക്ഷേ ഇത്തിരി പെയ്തുള്ളൂ. അതുകൊണ്ട് എന്താ വെച്ചാൽ ചൂട് കൂടി, നല്ലോണം കൂടി. പക്ഷേ ഇന്നത്തെ ദിവസം കുറച്ച് കാമാണ്. വെയിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ. പക്ഷെ എന്നാലും അത്രയ്ക്ക് ഇപ്പോൾ ചൂട് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. സാധാരണ ഈ വൈകുന്നേരം സൺസെറ്റൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര ചൂടായിരിക്കും. അത് അസ്തമിക്കുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കും. സഹിക്കാൻ പറ്റാത്തത്ര ചൂടുണ്ടാവും. പിന്നെ ഈ അരി അമ്മ പറഞ്ഞ് ഒരുപാട് കഴുകരുത്, അതിൻ്റെ മണമൊക്കെ പോയി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കഴുകുന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് ഇങ്ങനെ ഞമണ്ടി കഴുകാനുള്ള ഒരു ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇട്ട് കളഞ്ഞിട്ട് നമുക്ക് സൈഡിലേക്ക് വെക്കാം. ചില ആൾക്കാർ കുതിർത്തിയൊക്കെ വെക്കും കേട്ടോ. മീൻസ് ഇങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും കുറച്ച് ടൈം. അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ, ഈസി ആയിട്ട് കുക്കാവാൻ വേണ്ടിയൊക്കെ. പക്ഷേ അമ്മേൻ്റെ ക്ലാസ് അനുസരിച്ച് അങ്ങനെ എനിക്ക് ടീച്ചിങ് കിട്ടിയിട്ടില്ല, ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ നോട്ട് ചെയ്ത നോട്ട്സിൽ അതില്ല. സോ ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ്. അമ്മ പറഞ്ഞ അതേപോലെ ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അതിൽ കൂടുതലൊന്നും ഉപ്പ് മറന്നു പോയിരുന്നു. ഞാൻ ഉപ്പെടുത്ത് കൊണ്ടുവെക്കട്ടെ. ബൈ ചാൻസ് ഞാൻ മറന്നു എൻ്റെ പിന്നെ നമ്മൾ ഉപ്പിനുള്ള പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ ഇത്രയും വലിയ കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ ഏറ്റവും വലിയ കുക്കറാണിത്. ഈ ചുവന്ന കുക്കർ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സ്നേഹത്തിൽ ഫാസിനേഷനിൽ വാങ്ങിയതാണ്. ചുവന്ന കളർ കുക്കർ, വാവ് ബ്യൂട്ടിഫുൾ, ചാറ്റ്സൺ എന്നൊക്കെ പറയില്ല. ഇതിപ്പോൾ എന്താണ്, ഗോദ്രേജോ അല്ല, എൻ്റെ കുക്കറാണ് പ്രസ്റ്റീൻ ആണ്. എന്തോ ക്വാളിറ്റിയുള്ള കുക്കറായിരുന്നു. പക്ഷേ turned out to be a disaster for us, honestly, sorry to say that, but അതിൻ്റെ പെയിൻ്റൊക്കെ പൊളിഞ്ഞു പോയി. മീൻസ് ആക്ച്വലി ബ്രാൻഡഡ് കുക്കറൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ബ്രാൻഡ് വാങ്ങുന്നത്, കൂടുതൽ പൈസ കൊടുത്തിട്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കുക്കർ വാങ്ങിയത്രേ കളറൊക്കെ ഉള്ളതാണെങ്കിലും നമുക്കിപ്പോൾ പെയിൻ്റ് അടിച്ചതോ അല്ലെങ്കിൽ ലോക്കലായിട്ട് ഉണ്ടാക്കിയതോ വാങ്ങിയാൽ മതി. ആൻഡ് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പോയി പറയുകയും ചെയ്യാം. സംടൈംസ് ദേ മേ ഹെൽപ്പ് ആസ് വെൽ. പക്ഷേ ഇതിപ്പം ഐ ഡോണ്ട് നോ, ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. സോ ഇതിനകത്ത് കഴുകി വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ഇത് നെയ്യാട്ടോ. കുറേ വേണ്ട. നെയ്യിൻ്റെ കൂടെ അമ്മ പറഞ്ഞു ഇതും കൂടെ മിക്സ് ചെയ്യാൻ, റിഫൈൻഡ് ഓയിലും കൂടെ കുറച്ച് മിക്സ് ചെയ്യാൻ പറഞ്ഞു. കാരണം അത്രയും നെയ്യ് നമുക്ക് എടുത്ത് തീർക്കാൻ ഇല്ലാത്തതുകൊണ്ടും, പിന്നെ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആകുമ്പോൾ അത്രയ്ക്ക് നെയ്യ് നമ്മൾ യൂസ് ചെയ്യില്ല. ഇനി നമ്മുടെ വീട്ടിൽ കുറേ പാക്കറ്റ്സ് അല്ലെങ്കിൽ ബോട്ടിൽസ് ഓഫ് നെയ്യ് ഉണ്ടെങ്കിലും നമ്മൾ അത്രയ്ക്ക് യൂസ് ചെയ്യില്ല. കാരണം അതാണ് നമ്മൾ മിഡിൽ ക്ലാസ് തിങ്കിങ്. നമ്മളങ്ങനെ യൂസ് ചെയ്യില്ല. ഓക്കെ, അടിപൊളി. നെയ്സ് ക്ലാസ് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ ചട്ടി, പാൻ, കുക്കർ എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് അത് കുറച്ച് ചൂടാകുമ്പോൾ നമ്മൾ ഇത്തിരി റിഫൈൻഡ് ഓയിൽ അതിനകത്തേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. മുഴുവനായിട്ട് നെയ്യിൽ ഞങ്ങൾ ഉണ്ടാക്കത്തുണ്ട് കേട്ടോ. ഫുൾ നെയ്യിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്. കാരണം വെളിച്ചെണ്ണ നെയ്യും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരു മണത്തിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ മണം നിൻ്റെ മണം എന്നുള്ളത്. അതുകൊണ്ട് അത് വേണ്ട. അങ്ങനെ റിഫൈൻഡ് ഓയിൽ അതിനങ്ങനെ വലിയ പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ നെയ്യ്, ഓഫ് കോഴ്സ് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നെ ഇതിൽ ആഡ് ചെയ്യാനുള്ള മണത്തിനുള്ള സംഭവങ്ങൾ. ഇത് ഈ ബാർക്ക് എന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ, എന്താ അതിൻ്റെ പേര്, റിയൽ പേരെന്ന് എനിക്കറിയില്ല ഇപ്പോഴും. ക്യാമറ ഓക്കെ,
കാണാം. ഇതമ്മ എനിക്ക് പൊട്ടിച്ചെന്ന. ഇത് നമ്മളെ ഇല തേജ്പത്ത ആൻഡ് നമ്മളെ ഗ്രാമ്പു 1-2 ആൻഡ് നമ്മളെ ഇലാച്ചി. ഇലച്ചിനെ ഒന്നും ഇങ്ങനെ കുത്തിയിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഫോർ എ ടേസ്റ്റ്. ആൻഡ് ഐ ലവ് ഈറ്റിംഗ് ഇലാച്ചി. എനിക്കൊരു ടൈമിൽ ഒരു ക്രേസ് ആയിരുന്നു, ഒരു അഡിക്ഷൻ പോലെയായിരുന്നു. ഐ ഫീൽ എ ലോട്ട്. ഇറ്റ് ഇസ് നോട്ട് വെരി ഗുഡ്. ഇനി ഇത് കോരാൻ ഇങ്ങനത്തെ ഒരു കയ്യിലെടുക്കാം, സാധാരണ കയ്യിലെടുക്കാം, തുളയില്ലാത്തത്. ഞാനിതെടുത്തത് കട്ടാണെന്നറിയില്ല, പക്ഷെ എന്നാലും ഞാനിതെടുത്തത്. അത് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കേട്ടോ, ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന സംഭവങ്ങളൊക്കെ. ജീരക ഇതിലെടുത്തില്ല, ബിക്കോസ് വി ആർ നോട്ട് മേക്കിംഗ് ജീര റൈസ്. നമ്മൾ ഉണ്ടാക്കുന്ന നെയ്ച്ചോറാണ്. ഇതിപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ മണമൊന്നുമില്ല വലിയ കാര്യമായിട്ട്, അങ്ങനെ സ്പെഷ്യലായിട്ട് മണോ അല്ലെങ്കിൽ യാവുന്നുള്ള ഫീലിങ്ങൊന്നുമില്ല. അമ്മ പറഞ്ഞാൽ അധികം സ്ലട്ടറാവാൻ കൊടുക്കണ്ട, ഒരു വേവ് തന്നെ വേണ്ട, കരിഞ്ഞു പോവോ അങ്ങനെ സംഭവം ഉണ്ടാവാതിരിക്കാനായിട്ട് കേട്ടോ. വെരി വൈ കീപ് ദിസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ അരി, കഴുകി വെച്ച അരി ഞാൻ സോക്ക് ചെയ്തിട്ടില്ല, സോക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സോക്ക് ചെയ്യാം. ഇത് വിസിലടുപ്പിക്കുന്നില്ല കേട്ടോ, കുക്കറിൽ ഞാനിട്ട് ജസ്റ്റ് വലിയൊരു പാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം. ഞാൻ വിചാരിച്ച അമ്മ എനിക്കൊരു വിസിലടിക്കാനെങ്കിലും പറയുമായിരിക്കുന്നു, പക്ഷേ ദിസ് ഇസ് ജസ്റ്റ് ഫോർ എന്താണ് വിസിലടിക്കാനുള്ളതല്ല കേട്ടോ, പാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ കുക്കർ കേട്ടോ. നിങ്ങൾ വേറെ പാത്രം എടുത്താലും മതി. ഇത് കണ്ട് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുക്കർ വിസിലടിക്കാനല്ല എടുത്തിട്ടില്ലേ, ജസ്റ്റ് റിമൈൻഡിങ്. ഇനി നമ്മൾ കുടിക്കാനുള്ള വെള്ളം, അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന വെള്ളം ഇതിനകത്തേക്ക് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇപ്പം തന്നെ ഇടാം. ഞാൻ നമ്മളോട് ചോദിച്ചു, നമ്മൾ അരി ഇതിട്ട് കഴിഞ്ഞാൽ വറ്റിട്ട് കഴിഞ്ഞാൽ എത്ര, വറ്റല്ല അരി ഇട്ട് കഴിഞ്ഞാൽ എത്ര വെള്ളം. അപ്പം പറഞ്ഞു ഇത്ര വെള്ളം അബവ് ദ സർഫേസ് വേണം. അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ കുറച്ച് കുറവാണ്, ഇത്തിരി കൂടെ വെള്ളം വയ്ക്കാം. ഞങ്ങൾ കുടിക്കുന്ന വെള്ളം ഇങ്ങനെ പിടിച്ച് കഴിയാം കേട്ടോ. ഞങ്ങളിവിടെ 24/7 കുടിക്കുന്ന വെള്ളം വരാത്തതുകൊണ്ട് ഞാൻ വന്നിട്ട് കറക്റ്റ് എടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നമുക്ക് ഇളക്കാം. ഇത്തിരി ഉപ്പ്, ഐ ഡോണ്ട് നോ എന്ത് ക്വാണ്ടിറ്റിയിലാണ് ഉപ്പിട്ടുണ്ടായിരുന്നത്, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ എല്ലാ ഗുഡ് ലക്കും വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടെ. ഇത് അധികം വേണ്ടി വരില്ല, കാരണം നമ്മൾ ചോറല്ലേ ഉണ്ടാക്കുന്നത്. ഇനി ഏതെങ്കിലും കറീൻ്റെ കൂടെ നമ്മളിത് കഴിക്കുമ്പോൾ ടേസ്റ്റ് എൻഹാൻസ് ആവും ഡെഫിനറ്റ്ലി. ഈ സാധനം ഇളക്കി വെച്ചിട്ട് നമ്മളെ അരിയും ഈ ബാർക്കും പിന്നെ ഇലയും ഗ്രാമ്പും ഇലച്ചിയും ഉപ്പും നെയ്യും ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം, ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനടച്ചു വെക്കാം. ഓക്കെ, അത് ഇതും കൂടെ അടച്ചു വെക്കാം. ജസ്റ്റ് ഒരു പാത്രം, എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക് എന്താവുന്നു. അപ്പോൾ ഞാൻ എടുത്ത പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുകയാണേ. അത് ഓൾവേസ് സേ, അത് ഞാൻ സ്പെയർ വെക്കാറില്ല, പിന്നെ ചെയ്യാമെന്നുള്ളത് വെക്കാറില്ല, പിന്നെ അത് വലിയ പണിയായി മാറും. അതിൻ്റെ കൂടെ എനിക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ടാക്കാനുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് പെൻഡിങ് ആൻഡ് ഐ എം സോ ഫ്രസ്ട്രേറ്റഡ് വൈ ഐ ഡിലേഡ് സോ മച്ച്, വൈ സോ മച്ച് ഓഫ് ഷെഡി പ്രൊക്രാസ്റ്റിനേഷൻ ആൻഡ് ഓൾ ദാറ്റ്. സോ ടുഡേ ഐ എം ഗോയിങ് ടു പ്രിപ്പയർ ഇറ്റ് എനി ഹൗ. നമ്മളെ എണ്ണ എന്താ മുള്ളുണ്ട് ഇതിനകത്ത്, കറ്റാർ വാഴ ഇതുണ്ടോ, സോ പോക്കി. അതിൻ്റെ കോർണർ കണ്ടോ, അത് കുത്തുന്നുണ്ട്. ഞാനിവിടെ വെക്കാം, വെറുതെ കയ്യിൽ കുത്തിപ്പോണ്ട. ഐ ഹാവ് ദിസ് ടെൻഡൻസി, എൻ്റെ നഖം അതിനകത്തേക്ക് ഇതായി പോകാനുള്ള എനിക്ക് ടെൻഡൻസി ഉണ്ട്, ഇങ്ങനത്തെ മൂർച്ചയുള്ള സാധനങ്ങൾ. സോ ഇതിവിടെ വെക്കുന്നു. ഇത് ആക്ച്വലി പീൽ ചെയ്യണം, എന്നാൽ ആ സമയം കൊണ്ട് ഇത് പീൽ ചെയ്യാം. പീൽ ചെയ്ത് വെക്കാം കേട്ടോ. ഇത് കാണിക്കണമെന്നില്ലല്ലോ, ഞാനത് പീൽ ചെയ്ത് മുറിച്ച് വെക്കാം നമുക്ക് ഉണ്ടാക്കാൻ, എണ്ണ ഉണ്ടാക്കാൻ. കുറേ ടൈമായി വിചാരിക്കുന്നത്, മുടിയൊക്കെ നാശമായി. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് നമ്മളെടുത്ത് കുറേ കറ്റാർവാഴ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ വൈ നോട്ട് യൂസ് ഇറ്റ് അല്ലേ, എന്തിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നത്, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അതും ടെറസിൻ്റെ മുകളിൽ വേറെ ആൾക്കാർ കാണാനും കിട്ടില്ല. അപ്പോൾ അവർ ചോദിക്കില്ലേ നമുക്ക് കുറച്ച് കറ്റാർവാഴ ഞങ്ങൾക്ക് തരുമോ എന്നുള്ളത്, മേലെയുള്ളത്. അപ്പോൾ നമുക്കറിയാലോ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യില്ല, പിന്നെ എന്താ കാര്യമില്ല. ഇത് നമ്മുടെ മുഖത്തിനും കാലിനും ഒക്കെ നല്ലതാട്ടോ. അവിടെ സ്കിന്നിന് നമ്മളെ ചീത്ത വെക്കണം. പക്ഷേ വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, ഇത് ഞാൻ ആ വീഡിയോയിൽ പറയാം, കാരണം ഇതിപ്പോൾ എല്ലാം കൂടെ ഇതിൽ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയാം. ജസ്റ്റ് ബിക്കോസ് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യും ആ വീഡിയോയിൽ, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെനിക്ക് അറിയില്ലായിരുന്നു. ഈ കറ്റാർവാഴ
ഒരു ഇലയല്ലേ. അപ്പോൾ പക്ഷേ നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് കറ കിട്ടുമല്ലോ. ആദ്യം നമ്മളിത് മുറിക്കുമ്പോൾ ഈ ഇല പോലത്തെ സംഭവങ്ങൾ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ കറ കിട്ടും. സമൺ ഡസൻ നോ. അതിൽ എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ആസിഡ് ഉണ്ടാവും. ആ ആസിഡ് നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി നൈറ്റ് മെയർ. നിങ്ങൾക്ക് പൊള്ളൽ സംഭവിക്കാം, ഇച്ചിങ് ഉണ്ടാവാം, ഇൻഫെക്ഷൻ ഉണ്ടാവാം, അങ്ങനെ പല സംഭവങ്ങളും സംഭവിക്കും. ഇത് എൻ്റെ എക്സ്പീരിയൻസിലാണ്. ഐ ഡിഡ് നോട്ട് എക്സ്പീരിയൻസ് ബൈ ഗോഡ് ഗ്രേസ്. ഐ ഡിഡ് നോട്ട് ഹാവ് ദറ്റ് മിസ് ഹാവ്. പക്ഷേ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ ഒരു ആൻറ്റിക്ക് അങ്ങനെ സംഭവിച്ചു. പറിച്ച് അങ്ങനെ തന്നെ ആൻറ്റി തേച്ചപ്പോൾ ആ ആസിഡ് തലയിലായിട്ട് ഇവിടം വരെ ഈ ലൈൻ മുതൽ അങ്ങോട്ടേക്ക് മുഴുവൻ ചൊറിച്ചിലും പുണ്ണുപോലെയും അങ്ങനെ ആക്ച്വലി പൊള്ളിപ്പോയി. ഭയങ്കര വേദനയും പുകച്ചിലും പിന്നെ ചൊറിച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ പ്ലീസ് ബി കെയർഫുൾ ഹൂഎവർ ഇസ് ഗോയിങ് ടു ട്രൈ അപ്ലൈങ് അലോവേര, റോ അലോവേര. ജെല്ലും വാങ്ങാൻ കിട്ടും ഇഫ് യു വാണ്ട് ടു ട്രൈ ദാറ്റ് വേ. അങ്ങനെയും ഇപ്പോൾ അലോവേര അവൈലബിൾ അല്ലെങ്കിൽ ജെല്ല് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഐ വുഡ് റെക്കമെൻഡ് ദ ഒറിജിനൽ വൺ ഇഫ് യു ക്യാൻ. ബട്ട് ഇഫ് യു ഹാവ് ദി ഒറിജിനൽ വൺ ആൻഡ് യു ഗോയിങ് ടു യൂസ് ദി ഒറിജിനൽ വൺ, പ്ലീസ് ബി കെയർഫുൾ. നമ്മൾ മുറിച്ചെടുത്ത ഉടനെ ഇമ്മീഡിയറ്റ്ലി യൂസ് ചെയ്യരുത്. ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് നോ പ്രോബ്ലം. പിന്നെ ഇതിൻ്റെ ജെല്ല് എന്തായാലും വറ്റി പോകില്ല. അത് ചെടീൻ്റെ മുകളിലാണെങ്കിലും നമ്മൾ പറിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ജെല്ല് വറ്റില്ല, കുറേ കാലത്തേക്ക് നിൽക്കും. ഇതിനകത്തുള്ള ഈ ജെല്ലുള്ള ഇറ്റ്സ് വെരി ഫ്രഷ് ആൻഡ് ഇറ്റ് സ്റ്റേസ് ഫോർ എ വെരി ലോങ് ടൈം. യു ക്യാൻ പ്രിസർവ് ഇറ്റ് വിത്തൗട്ട് കീപ്പിംഗ് ഇറ്റ് ഇൻ ദ ഫ്രിഡ്ജ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. ഇത്രയും സമ്മർ സീസണിലും ഇറ്റ് സ്റ്റേസ് വെരി ഫ്രഷ്. ദറ്റ് ഇസ് വൺ ഗ്രേറ്റ് തിങ് അബൌട്ട് അലോവേര. ഇറ്റ്സ് വെരി അതിൻ്റെ ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ വാട്ട് എവർ യു വാണ്ട് ടു കോൾ ഇറ്റ്, ഇറ്റ്സ് വെരി യൂസർ ഫ്രണ്ട്ലി ഓർ very sustainable, or I don't know what to say. It stays for a long time. So അതൊരു നല്ല കാര്യം. പക്ഷേ ഇതിന് ഈ മുള്ളുകളുണ്ട്, അത് ശ്രദ്ധിക്കണം. അതുപോലെ ഇതിൽ നിന്ന് വരുന്ന ആസിഡ് നമ്മൾ തന്നെ മുറിച്ചുടനെ ഒരു I would suggest 2-3 hours don't touch, because some of them really have very tough liquid or acid pouring out, and some might actually affect your skin. If you have delicate skin on your scalp, you might get burnt. പൊള്ളൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആൻറ്റിക്ക് നല്ല പൊള്ളലും നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. ആൻഡ് ഫോർ എ വെരി ലോങ് ടൈം, ഒരു 2 ആഴ്ചയിൽ കൂടുതൽ ആൻറ്റി ശരിക്കും സഹിക്കുന്നത് ഞാൻ കണ്ടു. ആൻഡ് ഇറ്റ് വാസ് വെരി ഷോക്കിംഗ് ഫോർ മീ. കാരണം അലോവേര തലയ്ക്ക് നല്ലതാണ്, മുടിക്ക് നല്ലതാണ്, എപ്പോഴും നമ്മൾ തലയ്ക്ക് തണുപ്പ് കിട്ടാൻ തേക്കണം, മുടിക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടിട്ടില്ല. ഐ തോട്ട് ഐ ഷുഡ് ഷെയർ ദിസ് ബിക്കോസ് ഐ ഹവ് സീൻ ഇറ്റ് ദറ്റ് പീപ്പിൾ സഫർ ബിക്കോസ് ഓഫ് ദാറ്റ് ഒരു റീസൺ ദാറ്റ് വി ഡിഡ്ന്റ് നോ. സോ whoever is trying to use this, please be careful about that part. Not to use it in a way that you might get burnt. ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മുറിച്ച് വെക്കാൻ പോകണേ. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പീസസ് ഇതിനകത്തും ജെല്ലുണ്ടാവുന്നത് ഞാനത് കളയുന്നില്ല, ജസ്റ്റ് മുറിച്ച് വെക്കുന്നുള്ളൂ ഇത് വേവുന്നവരെ. ഇന്നൊരു നല്ല എണ്ണ എനിക്ക് ഉണ്ടാക്കണം, ഐ യൂസ് ഇറ്റ്. ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുക ആൾക്കാർ? സൺഫ്ലവർ, നമ്മളെ ഹിബിസ്കസ്, അതായത് ഷൂ ഫ്ലവർ, എന്താണ് നമ്മൾ ചെമ്പരത്തി യൂസ് ചെയ്യും. പിന്നെ കുറേ പേര് ചെമ്പരത്തി ഇല യൂസ് ചെയ്യും, തുളസി യൂസ് ചെയ്യും, അതൊക്കെ ആയുർവേദിക്കാണല്ലോ. കരുവേപ്പില യൂസ് ചെയ്യും. നമ്മൾ മേത്തിൻ്റെ സീഡ്സ് യൂസ് ചെയ്യും കറുപ്പിന് വേണ്ടിയിട്ട്. നെല്ലിക്ക യൂസ് ചെയ്യും. പിന്നെ നീം ലീവ്സ് യൂസ് ചെയ്യും. പിന്നെ ഫ്ലാക്സ് സീഡ്സ് യൂസ് ചെയ്യും ചില ആൾക്കാർ. ഉള്ളി, ഓ മൈ ഗോഡ്, ഞാൻ ടോട്ടലി മറന്നു പോയാൽ ഉള്ളി യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ കറുപ്പിനും പിന്നെ നമ്മളെ ഹെയർ ഗ്രോത്ത്, ഹെയർ ഫോൾ നിൽക്കാൻ, ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്ക് പോകാൻ വേണ്ടി, ബിക്കോസ് ദീസ് ആർ ഓൾ മെഡിസിനൽ ആഫ്റ്റർ ഓൾ. സോ അതിന് വേണ്ടിയുള്ള ഗുണമുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അലോവേര മുറിക്കാൻ ഭയങ്കര ഈസി ആട്ടോ. അത് വെരി സോഫ്റ്റ് ആൻഡ് ജെല്ലി. സോ ഇറ്റ്സ് വെരി ഈസി ടു ജസ്റ്റ് ചോപ്പ് ദം. ഇത് നടുക്കൂടെയൊക്കെ ഞാൻ കയറുന്നുണ്ട്, കാരണം ഇത് ആ ഒരു ജെല്ല് മാക്സിമം എണ്ണേൻ്റെ കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ആൻഡ് ടുഡേ ഐ വിൽ അപ്ലൈ. I want to. It's been days I'm thinking, weeks I'm thinking. I used to tell അമ്മ മേലെ പോകുന്ന സമയത്ത് പറിച്ചു കൊണ്ടുപോകാം, വെള്ളം ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ഇത് പറിച്ചുകൊണ്ടുപോകാം. അമ്മ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു വീക്കാവാനായി. ആൻഡ് ദെൻ സ്റ്റിൽ I haven't prepared. So she must be thinking, stupid dumbass, what's the point of getting things for you? You should have, നിനക്ക് വേണ്ട സമയത്ത് നീ പോയിട്ട് പറിക്കുന്നത് നല്ലത്. കാരണം ഇവള് she's not going to do ഒന്നും ടൈമിൽ ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇംപ്രഷൻ അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം. ഞങ്ങൾ വാഴ 2 കണ്ടു കേട്ടോ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫിലിം. അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ആൻഡ് ദെൻ സംതിങ് ഹാപ്പൻ. വേറെ എന്തോ വർത്തമാനത്തിൽ ഞങ്ങൾ ബിസി ആയിപ്പോയി. ഞങ്ങൾ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു അങ്കിള് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇത്ര സിമ്പിളായിട്ട് പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. മരിച്ചിട്ടിപ്പം 1-2 ആഴ്ചയായി. അതുകൊണ്ട് പറയുമ്പോൾ ഇത്ര എളുപ്പത്തിൽ പറഞ്ഞാൽ, മരണം ഈസ് ഓൾവേസ് എ ഡിഫിക്കൽട്ട് തിങ് ടു ഫേസ്.
കോമയിലോ അങ്ങനെ എന്തോ പാരലിസിസ് അങ്ങോട്ട് ആയ അങ്കിളായിരുന്നു. സോ ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഹി ഡിഡൻ സ്റ്റേ ടു സഫർ ബിക്കോസ് ഇറ്റ് വാസ് എനിവേ ഓഫ് നോ യൂസ്. ഇത് തിളയ്ക്കുന്നുണ്ട്. സോ ഞാനിതിനെ ഒന്ന് ബുളു പറഞ്ഞതിൻ്റെ ഇതൊക്കെ പുറത്തേക്കാണ്. അപ്പോൾ ഞാനിൻ്റെ വായ ഒന്ന് തുറന്ന് വെച്ചിട്ട് സിമ്മാക്കി വെക്കുന്നത് കേട്ടോ. ഉള്ളിലേക്കൊന്ന് നോക്കുക, വെള്ളം വറ്റില്ല. വെള്ളം വറ്റാൻ വേണ്ടി ഇത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് സിമ്മാക്കുക ഫോർ ഇറ്റ് ടു ഗെറ്റ് കുക്ക്ഡ് ആൻഡ് ഫോർ ഇറ്റ് ടു നോട്ട് ഗെറ്റ് ഫ്രൈഡ് ഓർ എന്താ പറയുക കത്തി നിലത്ത് അടി പിടിച്ച് പോകാതിരിക്കാൻ. ഇതുണ്ട്, ഇതൊക്കെ ഞാനിങ്ങനെ മുറിച്ചു. I don't know if I can show you. If I can, yeah, let me show you this way. Yeah. നല്ല അടിപൊളി. It's transparent. I can see light through it. അടിപൊളി, കാണാൻ നല്ല രസമുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടായിരുന്നു എന്ത് രസമായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കും. കാരണം ഇത് മുറിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തോന്നാറില്ല ഇത് തിന്നാൻ കിട്ടിയെന്ന് എന്ത് രസമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട്. മുറിക്കുകയെല്ലാം വേണ്ട. എപ്പോഴും നമ്മൾ തിന്നുന്നത് മാത്രം എല്ലാ കാര്യവും തിന്നെന്ന് പറഞ്ഞാൽ പിന്നെ തലതൊക്കെയും സാധനങ്ങൾ വേണ്ടേ. സോ അത് റെഡി. ഉള്ളി മുറിക്കണം. ഓക്കെ, സോ ഇത് നമ്മൾ അൽവര ഒരു സൈഡിലേക്ക് വെക്കുന്നത്. ഇത് നമ്മൾ നെയ്ച്ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉള്ളിൻ്റെ കഷ്ണം ഓൾറെഡി ഇവിടെ ഉണ്ട്. വേറെ ഒരു ഉള്ളിൻ്റെ കഷ്ണം കൂടെ എടുക്കാം. ഒരുപാട് ഉള്ളി വേണ്ടി വരും തോന്നില്ല, ബിക്കോസ് അൽവര തന്നെ കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു കുഞ്ഞുള്ളി എടുത്താൽ മതി എനിക്ക് തോന്നുന്നു. അത് വലിയുള്ളി എടുക്കണം. കുഞ്ഞുള്ളി മീൻസ് സൈസാണ് ഉദ്ദേശിച്ചു കേട്ടോ. ഇത്ര ഉള്ളി എടുക്കാം അല്ലേ. ഇത്ര ഉള്ളി ആൻഡ് ഒരു ഹാഫ് ഉള്ളി ഈസ് ഐ തിങ്ക് മോർ ദൻ ഇനഫ്. ഇത് എക്സ്ട്രാ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ചലോ कोई नहीं. you're making oil once in a while and I think इतना तो अपन कर ही सकते हैं खर्चा. ഇതിൻ്റെ കൂടെ തന്നെ മുറിച്ചിടാം. ഇനിയിപ്പോൾ അതിന് വേറെ പാത്രം എടുക്കുകയോ അല്ലെങ്കിൽ സെപ്പറേറ്റ്. കാരണം ഇത് ഡിഫറെൻറ്റ് ടൈമിങ്ങിലൊന്നുമല്ല കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത്. ഒറ്റയടിക്കാൻ ഇടാൻ പോകുന്നത്. സോ ഇതിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണേ നമ്മളെ പുലാവ് കേട്ടോ. ഈ മുറിക്കുന്നതിൻ്റെ ഇതിൽ തിരക്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഇനി ആയിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിപ്പോയി. എന്തിനും പിന്നെ അത് ഭയങ്കര ഡ്രൈ ആവും. അത്രയും ആവരുത്. ഭയങ്കര ഈസി മേക്കിങ്ങാണ്. എനിക്ക് അറിഞ്ഞൂടാ അമ്മ ഇത്രയും കാലം ഉണ്ടാക്കില്ല. ഓക്കെ, അമ്മ പറഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹോൾസ് വരും. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ തുള ഉണ്ടാവും. ആ സമയത്ത് ഏറ്റവും സിമ്മാക്കി വെക്കുക. ജസ്റ്റ് ഫോർ ലൈക്ക് 1 minute മാക്സിമം. 1 minute ബൈ ക്ലോക്ക്. നമ്മൾ പറയുന്ന പോലെ 10 minute അങ്ങനെയല്ല, ശരിക്കും 1 minute ബൈ ക്ലോക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. വെരി ലെസ് ടൈം ആൻഡ് ദെൻ അത് ഓഫാക്കുക. പിന്നെ ബാക്കിയുള്ള വെള്ളം കൊണ്ട് അത് വെന്തോളും. ആൻഡ് ഈ കണ്ണിപ്പിള എരിഞ്ഞു തുടങ്ങി. ഞാൻ എൻ്റെ തൊലി പൊളിച്ചിട്ടുള്ളൂ. ഷോ നോട്ട് റിയലി. ഇത്രയും ചെറിയ ഏജിൽ എൻ്റെ കണ്ണിങ്ങനെ സെൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു ബുള്ളറ്റ് പോയിൻ്റ് ഒച്ചയാണ് കേട്ടത് കേട്ടോ. നിങ്ങൾ കേട്ടൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ കേട്ടു. I like bullet. My brother also has kind of a bullet. It's Guerrilla 450 that he has. ഒരു വർഷം ആവാനായിപ്പോൾ അത് വാങ്ങിയിട്ട്. കണ്ണിട്ടിരുന്നു. ഉപ്പെടുക്കട്ടെ. എണ്ണ യൂസ് ചെയ്യണ്ടല്ലോ. ഇങ്ങനൊരു പാത്രം ആക്കിയിട്ടുണ്ട് ഇങ്ങനെ. ആൻഡ് യൂസ് ഇറ്റ്സ് ഈസി നോ. നമുക്ക് യൂസ് ചെയ്യാനൊരു ഫീലിംഗ് വരും. അപ്പോൾ ആ ഒരു എണ്ണ ഞാൻ ആ ഒരു പാത്രം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വലിയൊരു പാത്രത്തിൽ ആക്കി വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി പാത്രം. വേർക്കുന്നു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, ഞാനിത് ഓഫാക്കാണ്. നമ്മളെ പുലാവ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിക്കാം. ആക്ച്വലി ഞാനിതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ കയറ്റേണ്ട കാര്യമില്ല. ജസ്റ്റ് ഡു ഇറ്റ് സെപ്പറേറ്റ്ലി. പക്ഷേ ഞാനിത് മുറിക്കുന്നത് എന്തായാലും ഇതിൻ്റെ കൂടെ മുറിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കണ്ടല്ലോ എന്ന് വെച്ചാൽ മാത്രം ഞാൻ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്തിരുന്നുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറയും. കണ്ടോ, ഉള്ളി നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, കറ്റാർവാഴ മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ണിരുന്ന ദിവസം ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. കണ്ണ് സോ നമ്മുടെ പുലാവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പുലാവ് നമ്മൾ ആ പാത്രം തുറന്ന് നോക്കുമ്പോൾ അരിയിൽ ഇങ്ങനെ ഇങ്ങനെ കുഴി പോലെ വന്നിട്ടുണ്ടാവും. ചെറിയ ചുഴി പോലെ. സോ ഹോട്ട്. ഞാൻ ഫാൻ ഓൺ ചെയ്തു. നമ്മൾ
വെരി ഹോട്ട്. അടുപ്പത്ത് എനിക്കറിയില്ല അമ്മമാരൊക്കെ എങ്ങനെ കുക്ക് ചെയ്യുന്നത് ഓണസ്റ്റ്ലി. അതും ഈ സമയത്ത് ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം, വേർപ്പൊലിക്കുക. കാൺട്ട് റിയലി അപ്രിഷിയേറ്റ് ദം ഇനഫ്. ഉള്ളി മുറിക്കുന്ന ഇപ്പം എന്നെപ്പോലത്തെ അമ്മമാരൊക്കെ ആണെങ്കിൽ, എന്നെപ്പോലത്തെ ആൾക്കാർ അമ്മമാരാണെങ്കിൽ എങ്ങനെ അവർ ഉള്ളിയൊക്കെ മുറിക്കുന്നത്. നമ്മളെല്ലാ സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളി ഓൾമോസ്റ്റ് എല്ലാത്തിലും ഇടുമല്ലോ. എല്ലാ കറി വെക്കാനുള്ള ഉള്ളി എന്തായാലും ആവശ്യം. വളരെ റയർ കറിയിൽ മാത്രമേ ഉള്ളൂ ഉള്ളി ഉണ്ടാകാത്ത. ഒരു ദിവസം ഉള്ളി ഉപയോഗിക്കാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ടാവില്ല. ഓ കണ്ണിരുന്നു. അപ്പം നമ്മൾ പുലാവ് വയ്ക്കുന്നത്, നമുക്ക് പുലാവ് ഒന്ന് കാണാം. ജസ്റ്റ് ഓ കാണാൻ നല്ല രസമുണ്ടോ. അടിപൊളി മണം കണ്ടോ, കുഴി കൂടി വന്നേ. ആ കുഴി വരുമ്പോൾ നമുക്കിത് കുക്കായി എന്നുള്ളത് മനസ്സിലാവും. ഇതിൻ്റെ ബാർക്കും പേർക്കൊക്കെ ഇതിനുള്ളിലുണ്ട്. ഓക്കെ, എബിൾ ടു സീ. അതാണ് നമ്മളെ പുലാവ്. അപ്പോൾ താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ഇത് ഞാൻ കട്ട് ചെയ്യാം. ഇനി അടുത്തത് നമ്മളെ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് പിന്നെ കാണാം. ഓക്കെ.